ഒരുപാട് ആരാധകരുള്ള സംവിധായകനാണ് ഗൗതം വാസുദേവ് മേനൻ. അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിലെ നായകൻ ആരാണെന്ന് അറിയുമോ? നമ്മുടെ മമ്മൂക്കയാണ്. മമ്മൂക്കയ്ക്കൊപ്പം അഭിനയിക്കുന്നത് സാമന്തയും. മലയാളികളും തമിഴ്നാട്ടുകാരും ഒരുപോലെ സിനിമ ഏറ്റെടുക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ അടുത്ത 100 കോടി ചിത്രമായി മാറാൻ സാധ്യതയുണ്ട്. ഈ ചിത്രം ജൂലൈ 15-നുള്ളിൽ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 300 കോടിയാണ് ബോക്സ് ഓഫീസിൽ ഈ പടം ഇപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമ 100 കോടി എത്തുമെന്ന പ്രതീക്ഷയിലാണ് മലയാളി പ്രേക്ഷകർ. ഒപ്പം തന്നെ മറ്റു നാടുകളിലെ പ്രേക്ഷകരും പതിയെ ഈ സിനിമ ഏറ്റെടുത്തു തുടങ്ങി. ആടുജീവിതം എന്താണ് OTT-യിൽ റിലീസ് ആവാത്തത്? എല്ലാവരുടെയും ചോദ്യം അതാണ്. എന്തായാലും മലയാളി ഫ്രം ഇന്ത്യ ജൂലൈയിൽ റിലീസ് ആവുന്നതിനൊപ്പം ആടുജീവിതം പുറത്തിറങ്ങുമോ? ഓസ്കാറിന് വേണ്ടിയുള്ള പദ്ധതികളിലാണ് അവർ, അതിനുള്ള ഓട്ടങ്ങളിലാണ്. എന്തായാലും വലിയൊരു എമൗണ്ടിന് തന്നെ ഇത് OTT-യിൽ വാങ്ങപ്പെടുമെന്നും അതിനുശേഷം നമുക്ക് മുമ്പിലേക്ക് എത്തുമെന്നും പ്രതീക്ഷിക്കാം. പുതിയൊരു ടീസർ വന്നിട്ടുണ്ട്. അത് നമ്മുടെ പ്രഭാസിന്റെ സിനിമയുടെയാണ്. പ്രഭാസിന്റെ സിനിമ എന്നതിനപ്പുറം മലയാളികൾക്ക് അത് ലാലേട്ടന്റെ ചിത്രമാണ്. ചെറിയൊരു സീനിൽ ഒരു സെക്കൻഡ് മിന്നായം പോലെ ലാലേട്ടനെ കാണുന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ മുഴുവൻ മലയാളികളാണ്. അതെ, ലാലേട്ടന്റെ ആരാധകർ. വലിയ പ്രതീക്ഷയോടെയാണ് അവർ കാത്തിരിക്കുന്നത്. ഈ സിനിമ വിജയിക്കുകയാണെങ്കിൽ ലാലേട്ടൻ പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു സ്റ്റാറായി മാറുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. വേട്ടയാൻ, രജനീകാന്തിന്റെ പുതിയ സിനിമ, ആമസോൺകാർ ഇപ്പോൾ തന്നെ അത് വാങ്ങിക്കഴിഞ്ഞു. മലയാളത്തിലെ പല സിനിമകളും OTT-യിൽ വരാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ്. പക്ഷേ തമിഴ് സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ OTT ആളുകൾ വാങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ ലാലേട്ടന്റെ സിനിമയെ കുറിച്ചാണ്. ബറോസ് സെപ്റ്റംബർ 12-ന് ഇറങ്ങാൻ പോവുകയാണ്. വെറും ഒരു സിനിമ എന്നതിനപ്പുറം ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റാവാനായ ഒരു വലിയ കഥയും ആ പശ്ചാത്തലവും ഒക്കെ ആയിട്ടാണ് സിനിമ വരുന്നത്. എങ്ങാനും കയറി കൊളുത്തി കഴിഞ്ഞാൽ സിനിമ മലയാള ബോക്സ് ഓഫീസിന്റെ ആദ്യ 1000 കോടി സിനിമയായി മാറും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിനിടയിൽ ജോജു ജോർജിനെ കുറിച്ച് പറയാതെ വയ്യ. തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഒരു സെറ്റ് ഇട്ടിരുന്നു. ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്ന ഒരു രംഗമുണ്ടായിരുന്നു. ജോജു ജോർജും ചാടണം. ഈ ചാട്ടത്തിൽ കാലിൽ അസ്ഥി ഒടിഞ്ഞ ജോജു ജോർജ് പക്ഷെ വിശ്രമത്തിനൊന്നും ഒരുക്കിയില്ല. പകരം പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഇത്രയും കാശ് ചെലവാക്കിയതല്ലേ, 2 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പോവുകയുള്ളൂ ആശുപത്രിയിലേക്ക് എന്ന് പറഞ്ഞു. ഇതോടുകൂടി കോടികളുടെ ലാഭമാണ്, അല്ലെങ്കിൽ വൻ നഷ്ടം ഒഴിവാക്കുകയാണ് ഇതിലൂടെ ജോജു ജോർജ് ചെയ്തത്. ഷൂട്ടിങ്ങിന് ശേഷം മാത്രമാണ് ജോജു ജോർജ് തിരിച്ചെത്തിയത്. ഇതാണ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.